ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. അതായത് മുഖ്യമായിട്ടും മാനസികാരോഗ്യത്തെ പറ്റിയുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും എന്നോട് പറഞ്ഞ് അമേരിക്കയിലെ പ്ലേസസൊക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെ ഞാൻ പല പ്ലേസസിനെ പറ്റി ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പം അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. പിന്നെ റോൾ മോഡൽ, പിന്നെ ഞാൻ കൃഷിയെപ്പറ്റി 1-2 വീഡിയോകൾ ഇട്ടപ്പോൾ കൂടുതൽ ആൾക്കാർക്കും അതിനോട് നല്ലൊരു താല്പര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഈ 2026 ഞങ്ങളുടെ കൃഷി എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം കൃഷിയെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഇവിടെ ആക്ച്വലി ഇവിടെ ടെക്സസിൽ ഞങ്ങൾ പറയുന്ന ഒരു വാചകമാണ് ഏപ്രിൽ ഷവർ ആൻഡ് മെയ് ഫ്ലവർ. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് പറയാൻ പറ്റും ഫെബ്രുവരി അവസാനം മുതലേ മഴ തുടങ്ങിയായിരുന്നു. അപ്പം മാർച്ച് ഷവർ ആൻഡ് ഏപ്രിൽ ഫ്ലവർ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ പൂക്കളും ചെടികളും ഒക്കെ വന്നതാണ്. ഇതിൽ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഒരു വർഷം വെച്ച ചെടികളാണ്. തണുപ്പത്തെല്ലാം ഇങ്ങനെ ആങ്ങിത്തൂങ്ങിയൊക്കെ പോയി. പക്ഷേ തണുപ്പ് കഴിഞ്ഞപ്പോൾ നോക്ക് എല്ലാം പൂക്കളോടുകൂടി വന്നത് കണ്ടല്ലോ. ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്, തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് ചൂട് വരുമ്പം ആദ്യം മിക്കവാറും എല്ലാ ചെടികളിലും വരുന്നത് പൂക്കളോട് കൂടിയാണ്. പൂക്കളാണ് ആദ്യം വരുന്നത്. നോക്ക്, ഇവിടെയൊക്കെ നോക്കിക്കേ, ഇതൊക്കെ കണ്ടോ, ഈ മരമൊക്കെ തണുപ്പത്ത് ഇങ്ങനെ പോയതാണ്. പിന്നെ തേണ്ട കിളുത്ത് വന്ന്, പിന്നെ നമ്മുടെ ഈ ജമന്തിയൊക്കെ പോയിട്ടും തേണ്ട അതെല്ലാം തേണ്ട ഇങ്ങനെ കണ്ടോ കിളുത്ത് വരുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ റിയലായിട്ടാണ് കാണിക്കുന്നത്. കാരണം തണുപ്പ് മാറി ചൂടാണെങ്കിലും ആ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസത്തിൽ നല്ല കാറ്റുണ്ട് ഇവിടെ. ഈ കാറ്റത്ത് കൂടുതലായിട്ട് നമ്മുടെ ഈ ഇലകളെല്ലാം കൂടി അങ്ങോട്ട് പൊഴിഞ്ഞ് വീണിട്ട് അതെല്ലാം എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ അലങ്കോലപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യാതെ നമ്മൾക്ക് കഴിയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയാണ്. സമയം കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗാർഡനിങ് ഒക്കെ ചെയ്തു പോവുകയാണ്. അപ്പം ചിലപ്പോൾ വീടൊക്കെ ഇങ്ങനെ നമ്മുടെ പറമ്പൊക്കെ എപ്പോഴും നല്ല വൃത്തിയിലല്ല കിടക്കുന്നത്. എപ്പോഴും നമ്മൾ തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ അഴുക്കുകളും ചവറുകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടോ, ഇത് നമ്മൾക്ക് ഇത് കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം വെച്ച ചെടിയാണത്. കണ്ടോ, തണുപ്പത്തത് പോയി. പക്ഷേ തണുപ്പ് കഴിഞ്ഞപ്പം അതിങ്ങനെ കിളുത്ത് വന്ന്, അതുപോലെ തന്നെ ഇവിടെ എല്ലാം ജമന്തികളുണ്ട്. പിന്നെ നമ്മുടെ ഇതൊക്കെ കണ്ടോ, ഈ ചെടികളെല്ലാം ഇങ്ങനെ വളർന്നു വരുവാണ്. പിന്നെ മറ്റേ വളരെ മനോഹരമായൊരു ചെടിയാണ്. നോക്ക്, ഇതും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ അത് പിന്നെയും കിളുത്ത് വരും. എനിക്ക് ആ ചെടിയുടെ പേരറിയത്തില്ല, നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ പറയുക. ഉണ്ടോ, അതുപോലെ തന്നെ ഇവിടെയും എല്ലായിടത്തും നമുക്ക് ഈ ജമന്തി ഉണ്ട്. കണ്ടോ, നമ്മുടെ റോസച്ചെടികളൊക്കെ പൂവോടുകൂടിയാണ് വരുന്നത്. പിന്നെ കണ്ടോ നല്ല ഭംഗിയില്ലേ റോസപ്പൂക്കൾ. കണ്ടോ, ഇതൊക്കെ ഒരു വർഷം നമ്മൾ വെച്ചാൽ മതി, പിന്നെ എല്ലാം തന്നെ കിളുത്ത് വന്നോളും. നമ്മുടെ മെയ് ഫ്ലവർ ആണ്ട് നേരത്തെ വന്ന് ഏപ്രിൽ തന്നെ വന്ന് മെയ് ഫ്ലവർ. അപ്പം അങ്ങനെ ഈസ്റ്റർ ലില്ലി മെയ് ഫ്ലവറും ഒക്കെ നമ്മൾക്കിവിടെ എല്ലാം വരാൻ തുടങ്ങി ഇപ്പോഴേ തന്നെ. അപ്പം ഫ്രണ്ടിലെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഞാൻ ബാക്കിലോട്ട് വന്ന്, നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയായിരുന്നു നമ്മൾ എല്ലാ ചെടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നെന്ന്. ഇപ്പം നമ്മൾ ചൂടായപ്പം, ചെറിയ ചൂട് വന്നപ്പം നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ചെടികളും ഇപ്പം വെളിയിലോട്ട് എടുത്ത് വെച്ചിരിക്കുവാണ്. അതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ ഒരു എന്താ പറയുന്നത്, കുറേ കുമ്പളങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബക്കറ്റിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. കുറച്ച് കേടായിപ്പോയി ശരിക്കും സൂക്ഷിക്കാഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ എടുത്ത് ബാക്കിയുള്ളതെടുത്ത് വെളിയിലോട്ടിട്ട്, ബാക്കി ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇങ്ങനെ കുറേ മഞ്ഞളും ചേനയും ഇതെല്ലാം നമുക്ക് ആക്ച്വലി ഇതെല്ലാം വിത്തിനുള്ളതാണ്. പിന്നെ അവിടെ നമുക്ക് കോവലിൻ്റെ തണ്ടും അതൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ
നമ്മളെടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി. പറമ്പൊക്കെ ഒരൊറ്റ മതിൽ വൃത്തിയായിട്ട് വരുന്നതേ ഉള്ളതേ നമ്മുടെ ക്ലൈംബിംഗ് റോസയിൽ കണ്ടോ നന്നായിട്ട് മുട്ടുകളൊക്കെ വന്ന്. ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ക്ലൈംബിംഗ് റോസ നിപ്പുണ്ട്. അത് ഞാൻ ഇനി കാണിച്ചു തരാം. ആ ചെടികൾ ഇനി അടുത്ത ആഴ്ച ഇടുമ്പോഴത്തേക്ക് ഞാൻ ക്ലൈംബിംഗ് റോസ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ തേണ്ട ഇവിടെ ഒരു കരിമ്പൊക്കെ വെച്ചിരിക്കുവാണ്, കുഴിച്ച് വെക്കാൻ വേണ്ടി റെഡിയാക്കുന്നു. പിന്നെ നമ്മുടെ തേണ്ട ഉലുവായൊക്കെ തേണ്ട ഇങ്ങനെ കിളുത്ത് ഇപ്പം ഇത് തോരൻ വെക്കാനായിട്ട് പാകത്തിനാണ്. ഈ ഇല കിള്ളി നമുക്ക് എന്താ പറയുന്നത് മേത്തി പൊറോട്ട വേണേൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഇല കിള്ളി പൊട്ടറ്റോയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നോക്കിക്കേ, നമ്മൾ അകത്ത് നിന്നിരുന്ന കരിവേപ്പൊക്കെ എടുത്ത് ചെടികളൊക്കെ എടുത്ത് വെളിയിൽ വെച്ച്. ഞാനിതെല്ലാം നിങ്ങളിങ്ങനെ കാണിക്കാൻ കാരണം നിങ്ങൾ വിചാരിക്കല്ലോ നമ്മൾ വെച്ചതെല്ലാം ഇങ്ങ് കിളുത്ത് വന്നെന്ന്. നമ്മൾ കുറച്ചകത്ത് വെക്കുമ്പം നമ്മൾ കുറേയൊക്കെ പോകും. പക്ഷെ നോക്കിക്കേ, ഈ പേര കണ്ടോ ഉണങ്ങിയ നിൽക്കുന്നെങ്കിലും താഴേന്ന് കണ്ടോ കിളുത്ത് വരുന്നത് കണ്ടോ. പക്ഷേ ഇതെല്ലാം ഞാനിങ്ങനെ പയ്യെ തൊട്ട് നോക്കുമ്പം തണ്ടിനൊക്കെ ഇപ്പോഴും പച്ചപ്പുണ്ട്. പക്ഷേ അറിയത്തില്ല നമുക്കിത് എത്രത്തോളമൊക്കെ കിളുത്ത് വരുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കരിവേപ്പെടുത്ത് വെളിയിൽ വെച്ച് കരിവേപ്പ് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത കരിവേപ്പും എടുത്ത് വെളിയിൽ വെച്ചു. ടെക്സസിലെ ഒരു സ്പെഷ്യലാണ് ഈ ബ്ലൂ ബോണറ്റ് ചെടി. നോക്കിയേ, ആ ബ്ലൂ ബോണറ്റിലെല്ലാം പൂക്കളുണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇത് ടെക്സസിൻ്റെ ദേശീയ നാഷണൽ ഫ്ലവറാണ് കണ്ടോ ബ്ലൂ ബോണറ്റ്. പിന്നത്തെ ഇവിടെ നമുക്ക് റെഡിഷും നമുക്ക് കടുകും പൊട്ടറ്റോയും ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഞാനിങ്ങനെ പറമ്പ് മൊത്തം കാണിക്കാൻ കാരണം എന്നും വിചാരിക്കല്ലോ ഇതെപ്പോഴും ഇങ്ങനെ റെഡിയായിട്ട് വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നെന്തോ. ഭയങ്കര കാറ്റാണിപ്പം. ഇത് കണ്ടോ, ഇത് ശരിക്കും അങ്ങ് ആയില്ല, എന്തോ കുഴപ്പം, വളം കൂടിയോ കുറഞ്ഞോ. വെളുത്തുള്ളി ഉള്ളിയും കൂടിയാണ്, പക്ഷേ അതൊന്നും മുരടിച്ച് നിൽക്കുന്നു. പിന്നെ നമ്മൾ പറമ്പ് റെഡിയാക്കുമ്പം നമ്മൾ ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഇതെല്ലാം ഇട്ട് മണ്ണ് റെഡിയാക്കുക കണ്ടോ. ഇപ്പോൾ പലക വെച്ച് നമ്മൾ മണ്ണ് റെഡിയാക്കുമ്പോൾ അതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റും ഇലകളും ഒക്കെ ഇട്ടാണ് മണ്ണ് റെഡിയാക്കുന്നത്. നമ്മുടെ വേണ്ട ഒരു തുളസി ഉണങ്ങി നിൽക്കുന്നു. പക്ഷേ ഈ തുളസിയുടെ അരി വീണ് ഞിക്കിളുത്തോളും, അത് പോകത്തില്ല. ഇതിനകത്തൊരു കരിവേപ്പും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതും നമ്മുടെ വെളുത്തുള്ളി അതിനിടയ്ക്ക് കപ്പക്കോലൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെളുത്തുള്ളി ഇപ്പം നമ്മൾ പറിച്ചെടുക്കില്ല, അത് കഴിയുമ്പോഴത്തേക്ക് ഈ കപ്പ കിളുത്ത് വന്നോളും. അതുപോലെ തന്നെ ഇവിടെയും കണ്ടോ വെളുത്തുള്ളി. പിന്നത്തെ ഉള്ളി, ഈ ഉള്ളി എന്തോ കിളുത്ത് വരുന്നുണ്ട് നന്നായിട്ട്. സവോള അതുകൊണ്ട് ഇവിടെയുണ്ട് സവോള കിളുത്ത് വരുന്നു കണ്ടോ. കുറേ കരിവേപ്പൊക്കെ ഉണങ്ങിപ്പോയി, ഇതിഞ്ഞ് കിളുത്ത് വരുമെന്ന് തോന്നുന്നില്ല. ഇവിടെയും കണ്ടോ കരിവേപ്പ് ഉണങ്ങി നിൽക്കുന്നത്. പക്ഷേ ഈ മുല്ല കണ്ടോ, ഈ മുല്ല പക്ഷേ കിളുത്ത് വരും, ഇതെല്ലാം കിളുത്ത് വരും കണ്ടോ. ഇവിടെയൊക്കെ മല്ലിയൊക്കെ തേണ്ട വളർന്ന് ഒരുവിധം വലിയ മരമായിട്ട് കണ്ടോ. ഈ മുളക് പക്ഷേ ഇത് മിക്കവാറും കുറേ വർഷങ്ങളായ മുളകാണ്, ഇത് കിളുത്ത് വരും എന്നാണ് പ്രതീക്ഷ. പിന്നത്തെ നോക്ക്, ഇവിടെ എല്ലാം നമ്മുടെ മുല്ലയൊക്കെ, ഈ മുല്ലയൊന്നും കുഴപ്പം പറ്റിയില്ല. തേണ്ട മുളക് ഇതൊക്കെ അകത്ത് വെച്ചതാണ്. തേണ്ട ഈ പേരയ്ക്ക് കുഴപ്പം പറ്റിയില്ല. തന്നെ നമ്മളൊരു 5 ഉണ്ടെങ്കിൽ അതിൽ 3 എങ്കിലും രക്ഷപ്പെടും ചെടികൾ. അതുകൊണ്ട് നമുക്കെപ്പോഴും എല്ലാം ഉണ്ട്. പേരയൊക്കെ ഒരു മൂടല്ല, നമുക്ക് കുറേ മൂടുകളുണ്ട്. അപ്പോൾ ഒന്ന് പോയെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഇതുണ്ട്. നമ്മുടെ മല്ലിയൊക്കെ ഇതൊക്കെ തന്നെ ഇവിടെ കിളുത്ത് വന്നതാണ്. ഇവിടെ നമ്മുടെ പുതിനയും കണ്ടോ, ഒരു വർഷം വെച്ചാൽ മതി, പിന്നെ ആ പുതിന പോകത്തില്ല, എല്ലാ വർഷവും കിളുത്ത് വരും. അതുപോലെ തന്നെ റോസ്മേരിയും അവിടെ കിളുത്ത് വരുന്നു. ഇത് നമ്മുടെ ഒരു പോമോഗ്രാനൈറ്റാണ് കണ്ടോ, തണുപ്പത്ത് പോയി കഴിഞ്ഞിട്ട് കണ്ടോ ഇലയെല്ലാം കിളുത്ത് വരുന്നത് കണ്ടോ. പിന്നെ നമ്മളകത്തിരുന്ന ചെടികളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ കണ്ടോ. ഇതെല്ലാം അകത്തു നിന്നെല്ലാം എടുത്ത് വെളിയിൽ വെച്ച് ഈ കരിവേപ്പൊക്കെ കിടക്കുന്ന. പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ, ഇവിടെ നമുക്ക് പുതിനയുമുണ്ട്. പിന്നെ നമ്മുടെ ആ ജമന്തിയൊക്കെ ഇതൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ജമന്തിയൊക്കെ ഇതിനിടയ്ക്ക് കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ ഓരോന്നൊക്കെ നടാൻ വേണ്ടി കുഴിയൊക്കെ എടുത്ത് പറമ്പൊക്കെ റെഡിയാക്കുവാണ്. കുറേ തേണ്ട ചെത്തിയൊക്കെ, പക്ഷേ ഇലയൊക്കെ അങ്ങനെ നിന്നെങ്കിലും ഇല്ല, ചെത്തിയും പോയിട്ടില്ല, അത് കിളുത്ത് വരുന്നുണ്ട്. അതുപോലെ ഉണ്ടോ ഈ ചെടികളെല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ച് എല്ലാം ഇങ്ങനെ റെഡിയാക്കുന്ന
കണ്ടോ ഇതുപോലെ തന്നെ ഇതിവിടെ ഒരു പെയറാണ്. തേണ്ട ഇല കിളുത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. പിന്നെ തേണ്ട കണ്ടോ, എനിക്ക് ഇങ്ങനെ മല്ലി നിൽക്കുന്ന കാണുന്നത് തന്നെ ഇഷ്ടമാണ്. കണ്ടോ ഇത്രയും വലുതാകും മല്ലി. കണ്ടോ വലുതായിട്ട് നിൽക്കുന്ന കണ്ടോ, പൂവൊക്കെയായി. ഇത് ഇവിടെ പറിക്കാതെ നിൽക്കുവാണെങ്കിൽ മല്ലി ഉണ്ടായിട്ട് അതിൻ്റെ അരി വീണ് കണ്ടോ, അരി വീണ് ഇനിയും അടുത്ത വർഷവും കിളുത്തോളും. കണ്ടോ മല്ലി നിൽക്കുന്ന കണ്ടോ, അടുത്ത വർഷവും കിളുത്തോളും. കണ്ടോ ഇത് നമ്മുടെ പെസുമനാണ്, കാക്ക എന്ന് പറയും. അതാണ് കണ്ടോ, ഇതെല്ലാം വേണ്ടേ പൂക്കളും കായകളൊക്കെ ആയിട്ട് ഇപ്പോൾ വരും. എല്ലാ വർഷവും ഇതെല്ലാം നിറയെ ഉണ്ടാകും. പക്ഷേ എന്തോ കിളികൾ വന്ന് തിന്നും. നമുക്ക് ഒരിക്കലും ഇത് റെഡി ആയിട്ട് കിട്ടത്തില്ല. ഈ പ്രാവശ്യം ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ തേണ്ട പപ്പായ, തേണ്ട കൈത. നമ്മൾ ഈ കൈതച്ചക്ക വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ മോളുണ്ടല്ലോ അത് വെച്ച് കിളിപ്പിക്കുന്നതാണ്. എൻ്റെ ചേമ്പൊന്നും നമ്മൾ പറിച്ചില്ല, അതുകൊണ്ട് തന്നെ കിളുത്ത് വരുന്നു ചേമ്പൊക്കെ. പിന്നെ മുരിങ്ങയും തേണ്ട വാഴ, പിന്നെ നമ്മുടെ ആത്തയൊക്കെ തേണ്ട കിളുത്ത് വരുന്നു. കണ്ടോ ഇത് പറമ്പെല്ലാം കണ്ടോ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ. ഇത് കുറേ പണികളാണ് കണ്ടോ. അങ്ങോട്ടെല്ലാം നോക്കുമ്പം ഒത്തിരി ജോലികൾ കിടക്കുവാണ്. അതുകൊണ്ട് അവിടെ എല്ലാം വെളുത്തുള്ളി എല്ലാം കിളുത്ത് വരുന്നുണ്ട് അവിടെയും. കണ്ട് ഇവിടെ നമ്മുടെ ഇത് നല്ലതായിട്ട്, ഇത് ഞാൻ കുഴിച്ച് വെച്ച വെളുത്തുള്ളിയാണ്. കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് കപ്പയും കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ വെളുത്തുള്ളി നമ്മൾ പറിച്ച് മാറ്റുമല്ലോ. ഉണ്ടോ ഈ വെളുത്തുള്ളി നല്ല സ്ട്രോങ് ആയിട്ട് വന്ന്, ഞാനിതിന് ഇച്ചിരി സൈഡിൽ കൂടെയൊക്കെ ഇച്ചിരി വളമൊക്കെ ഇടയ്ക്കിട്ട് കൊടുത്തായിരുന്നു. നോക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ട് വന്നില്ലേ ഇത്. ഇവിടെ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം മണ്ണ് പ്രിപ്പറേഷനാണ് ഇവിടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റും മണ്ണും കൂടെ ഒരു വർഷത്തോളം ഇട്ട് വെച്ചിട്ട് അത് കമ്പോസ്റ്റായി. ഇത് നോക്കി ഒരു മണമൊന്നുമില്ല, മണമായി. പിന്നെ തേണ്ട ചാണകവും മണലും പിന്നെ ചുണ്ണാമ്പും എല്ലാം കൂടെ മിക്സിംഗ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് കാണാം കുറച്ച് കണ്ടോ സബോള നിൽക്കുന്നു, പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നിൽക്കുന്നു. എന്താണോ നമ്മൾ ബീട്രൂട്ടിൻ്റെ അരി ഇട്ടിട്ട് ശരിക്ക് കിളുത്ത് വന്നില്ല. അത് എന്തോ വന്ന് കഴിച്ചതാണോ അതോ തണുപ്പ് കൂടിയതാണോ, ഇനി അതൊന്നും കൂടെ ശരിയാക്കണം. കണ്ടോ ഇവിടെ എല്ലാം കണ്ടോ, ഇങ്ങനെ പറമ്പ് നോക്കുമ്പം കണ്ടോ എല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഒത്തിരി ജോലികൾ ഇങ്ങനെ കിടക്കുവാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല ഇത്. ഇതൊരു കുറേ സമയവും ക്ഷമയും, കാരണം കാറ്റ് വരുമ്പോൾ ഇതെല്ലാം പിന്നെ പറന്നും പോകും. അങ്ങനെ കുറേ സമയമൊക്കെ എടുക്കും ഇത്. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജോലിക്കാരെയൊക്കെ കിട്ടുമല്ലോ. ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ പറമ്പെല്ലാം ഈ കല്ലിലെല്ലാം കെട്ടിയിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്തതാണ്. പുള്ളിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം പുള്ളി ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെയൊക്കെ കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചില അബദ്ധങ്ങൾ പറ്റുമെന്ന്. നമ്മൾ ടൊമാറ്റോ കുഴിച്ച് വെച്ച്, പക്ഷേ കണ്ടോ സമയമായില്ലായിരുന്നു. ആ ടൊമാറ്റോ പോകത്തില്ലെന്ന്, പക്ഷേ പോകത്തില്ലെന്ന് തോന്നുന്നു. ഇല ഇച്ചിരി ഇങ്ങനെ വാടി പോലെ നിൽപ്പുണ്ട്, എന്നാലും പച്ചപ്പുണ്ട്, കിളുത്ത് വരുന്നുണ്ട്. ഇവിടെ പല അരികളൊക്കെ തണ്ട്, ഇവിടെയൊക്കെ ബീട്രൂട്ടുകളൊക്കെ തണ്ട് ഇവിടെ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം തണുപ്പ് വല്ലതും വരുമെന്നോർത്ത് നമ്മുടെ പച്ചമുളകും ബ്രിഞ്ചാളും ഇതെല്ലാം എടുത്ത് തെങ്ങോട്ടിങ്ങനെ അവിടെ വെച്ചിരിക്കുവാണ്. ഇപ്പം പറമ്പെല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുവാണ്. ഉണ്ടോ ഇതും കണ്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിപാടിയാണ്. ഇങ്ങനെ ഒരു ടൈൽസ് എല്ലാം ഇങ്ങനെ ഇവിടെ ഇട്ടിരിക്കുവാണ്. ഇതെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണ്. എന്നിട്ട് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വിടവുണ്ട്, അവിടെ ഇങ്ങനെ പച്ചക്കറികൾ കുഴിച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിങ്ങനെ കാട് കയറാതെ എല്ലാം ശരിക്ക് ഭംഗിയായിട്ട് പോയി പറിച്ചെടുക്കാമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും എല്ലാം കൂടെ വളർന്ന് കാടായിട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് കയറാൻ തന്നെ പേടിയാവും. ഇവിടെ എല്ലാം പുള്ളി ഇഷ്ടിക വെച്ച് ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണിപ്പം. ഞാനിതിപ്പോൾ ഇതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ, എനിക്കറിയാം പറമ്പെല്ലാം വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്, പക്ഷേ നിങ്ങളെ ഞാനിത് കാണിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് കുറേ സമയമെല്ലാം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം അയ്യോ ഞാൻ കൃഷി തുടങ്ങി എനിക്കൊന്നും ആവുന്നില്ലല്ലോ, അങ്ങനെയല്ല. നമ്മളിത് കുറേ സമയമൊക്കെ എടുത്ത് ക്ഷമയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നൊക്കെ ഇവിടെ എല്ലാം
പണിയായുധങ്ങളെല്ലാം ഇവിടെ കിടക്കുവാണ്. എല്ലാം അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് യെല്ലോ കളറായിരുന്നു. പക്ഷേ ഇതിപ്പം നോക്കിയേ ഓറഞ്ച് കളറ്, അതായത് ക്രോസ് വൈൻ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതങ്ങ് പടർന്ന് നമ്മുടെ ഈ കുളത്തിൻ്റെ മണ്ടയിലോട്ടെല്ലാം അങ്ങ് വരെ അങ്ങ് പടർന്ന് കിടക്കുക. നല്ല പൂക്കൾ, നല്ല ഭംഗി. ഇതും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ്. തണുപ്പ് കഴിയുമ്പോഴേ ഇതെല്ലാം ഇങ്ങനെ കിളുത്ത് വരുന്നത്, പൂക്കൾ വരുന്നത് കണ്ടോ. നമ്മുടെ കുളത്തിനകത്ത് മീനുകളെല്ലാം ഉള്ളിലായിട്ടിരിക്കുക. ഇപ്പം നമുക്കൊന്നും കാണത്തില്ല. പക്ഷേ കുളത്തിൻ്റെ മണ്ടയിലെല്ലാം കണ്ടോ ഈ ക്രോസ് വൈൻ ചെടി ഇങ്ങനെ നിൽക്കുന്നത് നല്ല മനോഹരമല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എല്ലാ ഓരോ മൂലയിലും ക്ലൈംബിംഗ് റോസും വെച്ചിട്ടുണ്ട്. അതേ ഇതിലെല്ലാം മൊട്ടായി വരുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതങ്ങോട്ട് മുകളിലോട്ട് കയറി കഴിയുമ്പം ഇത് നല്ലതാണ് കേട്ടോ. ക്ലൈംബിംഗ് റോസ് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. തണുപ്പത്ത് പോകത്തില്ല, എല്ലാ വർഷവും നിൽക്കും കണ്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴും കണ്ടോ കൊറിയാണ്ടർ മല്ലിയൊക്കെ കണ്ടോ. ഇവിടെയുണ്ട് മല്ലികളെല്ലാം ഇങ്ങനെ മല്ലിത്തോട്ടം ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ ക്ലൈംബിംഗ് റോസും ചെടികളും ഒക്കെ അതിനിടയ്ക്ക് നിൽക്കുന്നു. അപ്പം നോക്കെല്ലാം അകത്തുനിന്നെല്ലാം ഇങ്ങനെ വെളിയിലെടുത്ത് ഒന്നും അറേഞ്ച് ചെയ്തൊന്നും വെച്ചില്ല. ഇങ്ങനെ പറമ്പിങ്ങനെ കിടക്കുവാണ്. ഇനി എല്ലാം ഒന്ന് ഓർഗനൈസും അറേഞ്ച് ചെയ്തും എല്ലാം വെക്കണം. ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് നമ്മൾ മണ്ണ് മാറ്റി, അതായത് പകുതി മണ്ണെടുത്ത് കളഞ്ഞിട്ട് പിന്നെ പുതിയ മണ്ണ് ഇട്ട് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ഇങ്ങനെ റെഡിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ ഇവിടെയും ഒരു റോസച്ചെടി പൂക്കളോടെ വന്ന്, പിന്നെ നമ്മുടെ മണ്ണിൽ നിൽക്കുന്ന മുരിങ്ങ കണ്ടോ. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് മണ്ണിൽ നിൽക്കുന്ന മുരിങ്ങ നമ്മൾ കവർ ചെയ്ത് വെച്ച് അത് കിളുത്ത് വരുന്നുണ്ട് കണ്ടോ. മുരിങ്ങ കിളുത്ത് വരുന്നത് കണ്ടോ. അപ്പോൾ മണ്ണിൽ വെച്ച് നിങ്ങളൊന്ന് മണ്ണിൽ മുരിങ്ങ വെച്ച് നോക്കുന്നത്. ഇവിടെയൊക്കെ ജമന്തി, പിന്നെ ഇവിടെയെല്ലാം നമ്മുടെ അകത്ത് വെച്ച ചെടികളെല്ലാം മുരിങ്ങയും അമ്പഴവും എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി എന്തൊക്കെയാണ് പരിപാടിയെന്നറിയത്തില്ല. ഇപ്പം തൽക്കാലം ഇങ്ങനെ എല്ലാത്തിനെയും എടുത്ത് വെളിയിൽ വെച്ച് മണ്ണൊക്കെ മാറ്റി എന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് പയറും വെണ്ടയും ഒക്കെ കിളുത്ത് വരുന്നത് കാണാം. നമ്മളിതുവരെ അരിയിട്ട് കിളിപ്പിക്കാൻ തുടങ്ങിയില്ല. ഈസ്റ്റർ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ വരുമ്പോഴെല്ലാം ബെയിലിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയ്ക്കകത്ത് വരുന്നത്. അവനെപ്പോഴും എൻ്റെ കൂടെ വരും. അവനൊരു സെലിബ്രിറ്റി ആണെന്നാണ് അവൻ്റെ വിചാരമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഓക്കെ. അപ്പം 2026 ചെറിയ തോതിൽ കൃഷി ഇവിടെ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളും ചെറിയ തോതിലൊക്കെ തുടങ്ങി. ഇപ്പം ഈസ്റ്റർ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൃഷിയെ പറ്റിയുള്ള വീഡിയോ ഒക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.